ഫ്രീഡം ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമുക്ക് INC-യുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങൾ പഠിക്കാം. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം. INC രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC-യുടെ പിതാവ് A.O. ഹ്യൂം. INC-യുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയും A.O. ഹ്യൂമാണ്. INC-യുടെ ആദ്യത്തെ സമ്മേളനത്തിന് വേദിയായത് ബോംബെയാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് INC-യുടെ ആദ്യ സമ്മേളനം നടന്നത്. INC എന്ന പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. INC-യുടെ ആദ്യ പ്രസിഡന്റാണ് W.C. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു INC ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെടുക. INC-യുടെ സമ്മേളന വേദിയെ ആദ്യം തീരുമാനിച്ചത് പൂനെ ആയിരുന്നു. പിന്നീട് പ്ലേഗ് പകർച്ചവ്യാധിയെ തുടർന്നാണ് ബോംബെയിലേക്ക് മാറ്റിയത്. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി G.P. പിള്ള, ബാരിസ്റ്റർ G.P. പിള്ള. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1907 സൂററ്റ് പിളർപ്പ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആചാര്യ J.B. കൃപലാനി. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് INC. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരമാണ് ന്യൂഡൽഹി. സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ കൊൽക്കത്തയാണ്. INC-യുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡന്റായ ഏക വ്യക്തിയാണ് M.A. അൻസാരി. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. ടാഗോർ ആയിരുന്നു വന്ദേ മാതരം ആലപിച്ചത്. INC പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് C. ശങ്കരൻ നായർ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. ആലപിച്ചത് സരളാദേവി ചൗധുറാണി. INC-യുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. INC പ്രസിഡന്റാകുന്ന ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സമ്മേളനം. INC-യുമായി ബന്ധപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ട്. അതിൽ സെലക്റ്റീവായിട്ട് കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.